ഹേയ്, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ളൊരു ഡാറ്റ മറ്റൊരാളുടെ കയ്യിലോട്ടോ അല്ലെങ്കിൽ മറ്റൊരു ഡിവൈസിലോട്ടോ ട്രാൻസ്ഫർ ചെയ്യണം. എന്തൊക്കെ മെത്തേഡ് ഉണ്ട്? വൈഫൈ, ബ്ലൂടൂത്ത്, ഇൻ്റർനെറ്റ്, ഡേറ്റ കേബിൾ. പക്ഷേ ഇതിലൊന്നും പെടാത്ത ഒരു ഡാറ്റ ട്രാൻസ്ഫർ മെത്തേഡ് ഉണ്ട്. നിങ്ങളിതിന് പേര് കേട്ടിട്ടുണ്ടാവില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് ലൈഫിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ പേരാണ് സ്നീക്കർ നെറ്റ്. എന്താണെന്ന് പറഞ്ഞുതരാം. സ്നീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുക അല്ലെങ്കിൽ മൂവ് ചെയ്യുക. നെറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഷെയറിങ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നടന്നുകൊണ്ടോ അല്ലെങ്കിൽ ബോഡി മൂവ് ചെയ്തുകൊണ്ടോ നിങ്ങളൊരു ഡാറ്റ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് സ്നീക്കർ നെറ്റ് എന്ന് പറയുന്നത്. ഒരു സമയത്ത് ലോകത്തിലെ ഏറ്റവും സ്ലോവസ്റ്റ് ഡാറ്റ ട്രാൻസ്ഫർ മെത്തഡായിട്ട് കരുതിയിരുന്നതാണ്. പക്ഷേ ഇന്നത്തെ റിക്വയർമെൻറ്റ്സും ഫയൽ സൈസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഡാറ്റ ട്രാൻസ്ഫർ മെത്തഡായിട്ട് കരുതേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഹാർഡ് ഡിസ്കിലുള്ളൊരു 1 TB ഫയൽ ഇത് നിങ്ങളുടെ അടുത്തുനിന്ന് ഒരു 5 മിനിറ്റ് മാറി തൊട്ടപ്പുറത്തെ സിറ്റിയിലുള്ള ഒരു ഫ്രണ്ടിന് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇന്നിവിടെ അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 മിനിറ്റിനുള്ളിൽ ഈ ഒരു 1 TB ഫയൽ അയാളുടെ അടുത്ത് എത്തിക്കാൻ പറ്റത്തില്ല. വൈഫൈ പോസിബിൾ അല്ല, ബ്ലൂടൂത്ത് പോസിബിൾ അല്ല, ഡേറ്റ കേബിൾ പോസിബിൾ അല്ല. അപ്പോൾ എന്താ വഴി? നിങ്ങൾ വണ്ടി എടുക്കുക, 5 മിനിറ്റ് ട്രാവൽ ചെയ്തിട്ട് ഈ ഹാർഡ് ഡിസ്ക് അവിടെ കൊണ്ടുപോയി കൊടുക്കുക. സിമ്പിൾ. നമുക്ക് ഇത്രയും എഫിഷ്യൻറ്റും ഇത്രയും സേഫും അതും സ്നീക്കർ നെറ്റ് പോലുള്ളൊരു കിടിലം പേരുള്ള ഒരു ഡാറ്റ ട്രാൻസ്ഫർ മെത്തേഡ് ഉള്ളപ്പോഴാണ് നിങ്ങൾ ഈ വൈഫൈ, ഇൻ്റർനെറ്റ്, ബ്ലൂടൂത്ത്, ഡേറ്റ കേബിൾ പോലുള്ള ചവറ സാധനമൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്ഗ്രേഡ് ആവുക. അപ്പോൾ ശരിയാണ്, നിങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിരിക്കുക. ഞാൻ കൊടുത്തിട്ട് വരാം. ടാറ്റാ.